നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി തന്റെ മികച്ച ഫോമിൽ ബ്രസീലിന്റെ ജേഴ്സിയിൽ കളിക്കുന്നത് കണ്ടപ്പോൾ ഫുട്ബോൾ ലോകം ഹാപ്പിയാണ്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവര് വിനി ജൂനിയറുടെ പ്രകടനത്തിൽ ഹാപ്പി ആയിരിക്കും. ക്ലബിൽ നന്നായിട്ട് കളിക്കുന്ന താരത്തിന് ദേശീയ ടീമിനായിട്ട് ആ പ്രകടനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ വിമർശനങ്ങളുടെ കൂമ്പാരമായിരുന്നു. അതിൽ നിന്ന് തിരികെ വന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾ ഹാപ്പിയാണ്. നെയ്മർ ജൂനിയർ ഹാപ്പിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കളിയിൽ വിനി ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയിരുന്ന നെയ്മർ ജൂനിയർ അവിശ്വസനീയതയോടുകൂടി കൈ മലർത്തി കാണിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോ വീണ്ടും ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കളി കാണാനെത്തിയ നെയ്മർ ഹാപ്പിയാണ്. വിനി ഗോൾ അടിച്ചപ്പോ തന്നെ നെയ്മർ ജൂനിയറുടെ സന്തോഷം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞില്ല വിനി ജൂനിയറുടെ ആ ഒരു ഗോളാഘോഷം, നെയ്മർ ജൂനിയർ സ്റ്റൈലിലുള്ള ആ ഗോളാഘോഷം, അതും തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ഈ താരങ്ങൾ തമ്മിലുള്ള ബോണ്ട് എടുത്ത് കാണിക്കുന്നതായിരുന്നു. വിനിയുടെ പ്രകടനത്തിന് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ കൺഗ്രാജുലേഷനും വന്നിരിക്കുന്നു. വിനിയുടെ ഈ ഒരു സെലിബ്രേഷനും തന്റെ സെലിബ്രേഷനും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി വെച്ചുകൊണ്ട് വിനിക്ക് കൺഗ്രാജുലേഷൻസ്, ഈ കളിയിൽ വളരെ ഹാർഡായിട്ട് കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ നേരുകയുമാണ്. ഇവിടെ വിനിയുടെ ഈ പ്രകടനത്തില് എല്ലാ ഫുട്ബോൾ പ്രേമികളും ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർ വിശേഷിച്ചും സന്തോഷിക്കുമ്പോ നെയ്മർ ജൂനിയറും വളരെ ഹാപ്പിയിലാണ്. നെയ്മറെ ഈ ഘട്ടത്തിലും മറക്കുന്നില്ല വിനി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആര് എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരമായിട്ട് വിനി മാറേണ്ടതുണ്ട്. അതിന് കഴിയുമോ, അതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇപ്പോ ഈ കളിയിൽ അദ്ദേഹം എന്തായാലും അത്തരത്തിലുള്ള ഒരു മാജിക്കൽ പെർഫോമൻസിന് നടത്തിയിരിക്കുന്നു. അത് തുടർന്ന് പോവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രസീലിന് പ്രതീക്ഷ വെക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.